ഡയറക്ടർ പരിചയപ്പെടുത്തിയ സഞ്ജീവിനെ ഞാൻ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മൃദുല വിജയ്. മൃദുല വന്നിട്ട് മലയാള സിനിമയിലെ തുടക്കക്കാരല്ല, ആദ്യം ഒരു പടം റിലീസായി. അതിനോടൊപ്പം പക്ഷേ മൃദുല ഇപ്പോൾ അറിയപ്പെടുന്നത് ഏഷ്യാനെറ്റിലെ കല്യാണ സൗഹൃദത്തിൽ എന്ന് പറഞ്ഞ സീരിയലിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. കാരണം ഈ സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് അഭിനയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ മൃദുലയെ ആത്മീയമായി ഇവിടേക്ക് ക്ഷണിക്കപ്പെടുകയാണ്. മൃദുല ഇനി രണ്ടുപേരും കൂടി ഉണ്ട് ഈ സിനിമയ്ക്ക് ക്യാരക്ടർ ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ സുമിഷ കോഴിക്കോടിലെ പണക്ലാസിന്റെ നായികയായിരുന്നു. സുമിഷ ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടർ. സുമിഷ ഇവിടെ എത്തിയിട്ടില്ല. സുമിഷയ്ക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്യാമറമാനെ ഞാൻ ഈ സദസ്സിലേക്ക് എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. മറ്റ് താരങ്ങള് സുധിയുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അവരെല്ലാം സ്റ്റേജിലേക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം. അവരെല്ലാരും ഒന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് കമ്മിങ്. സുധി, റിജോ നെല്ലിപ്പുഴ, പ്ലീസ് കമ്മിങ് സ്റ്റേജ്. കമ്മിങ്. അതിനോടൊപ്പം തന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആണെങ്കിലും ഇതില് ഒരു നല്ല മുഖ്യ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഷീല വന്നിട്ട് സരസ്വതി എന്ന് പറയുന്ന ക്യാരക്ടർ, സൂര്യയുടെ സുമിഷയുടെ അമ്മയുടെ ക്യാരക്ടർ ചെയ്ത് ഷീലയും ജയസ്വാലിലേക്ക് ഓൾറെഡി നമ്മൾ പരിചയപ്പെടുത്താൻ ക്ഷണിക്കുന്നു. പിന്നെ ഞാൻ ഈ സിനിമയിലേക്ക് ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള, കാരണം ആ ക്യാരക്ടർ യഥാർത്ഥത്തിൽ സിനിമയിലെ സസ്പെൻസ് ആണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ക്യാരക്ടറിനെ പരിചയപ്പെടുത്തുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെ ആ സസ്പെൻസ് അത്രത്തോളം ആ ക്യാരക്ടറിനുണ്ട്. അത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റിൽ ഇറങ്ങിയ KL1010 എന്ന് പറയുന്ന സിനിമയിലൂടെ നല്ല ക്യാരക്ടർ, ഉണ്ണിമൂന്നിലൂടെ നല്ല ക്യാരക്ടർ ചെയ്ത സാഗറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ഇവരുടെ ഒരു കൂട്ടായ്മയാണ് സെലിബ്രേഷൻ. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് തന്നെയാണ് സെലിബ്രേഷൻ. ഒരു ആഘോഷ ചിത്രമാണ്. പക്ഷെ ഞാൻ ഇവരെല്ലാവരും നിങ്ങൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ സിനിമയിലെ നായകൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ ഞാൻ പരിചയപ്പെടുത്തിയില്ല. കാരണം ഇതെല്ലാവരും ഓൾറെഡി സിനിമയിലെ ശക്തമായിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം. പക്ഷെ ഇവരെല്ലാവരും കണക്ട് ചെയ്ത് നിൽക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് റെഡ്ഡി ജഡ്ജി കൃഷ്ണൻ മേനോൻ എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം എന്റെ ഒരു അറിവിൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാലത്തിന് ശേഷം വളരെ ശക്തമായിട്ടുള്ള ത്രൂ ഔട്ട് ക്യാരക്ടർ ഈ സിനിമയ്ക്കകത്ത് ചെയ്തിരുന്ന ദേവൻ ചേട്ടനെ ഞാൻ ഇവരോടൊപ്പം ആത്മീയമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഈ പടം നന്നായി തിയേറ്ററിലെത്തി വിജയിക്കാൻ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം. അതുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു.